ചിദംബരം അണ്ണാമലൈ ദന്തൽ കോളേജിന്റെ പുറകുവശത്തായിട്ട് ഒരു ചേരി പ്രദേശമുണ്ട്. ഈ ചേരി പ്രദേശത്താണ് നന്ദഗോപാലനും അയാളുടെ ഭാര്യ പത്മിനിയും താമസിക്കുന്നത്. ഇവിടെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തോട്ടിപ്പണി തന്നെയാണ്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. അങ്ങനെ ഒരു ദിവസം കൃത്യമായി പറഞ്ഞ 1992 മെയ് 30 രാവിലെ പുലർച്ചെ ഒരു 3 മണിയോട് കൂടിയിട്ട് ഇവരുടെ വീട്ടിൻ്റെ മുന്നിൽ ഒരു ജീപ്പ് വന്ന് നിൽക്കുകയാണ്. പെട്ടെന്ന് ഉറക്കമുണർന്ന പത്മിനി നന്ദഗോപാലനോട് പറഞ്ഞു, ആരോ നമ്മുടെ വീട്ടിൻ്റെ മുന്നിൽ വന്നിട്ടുണ്ട്, ഒരു ജീപ്പ് ഇവിടെ നിർത്തുന്ന ശബ്ദം ഞാൻ കേട്ടു എന്ന് പറഞ്ഞു. നന്ദൻ പറഞ്ഞു, അത് നമ്മളെ വീട്ടിലൊന്നും ആയിരിക്കില്ല, വേറെ എവിടെയെങ്കിലും വന്നതായിരിക്കും എന്ന് പറഞ്ഞ് വീണ്ടും അവർ കടന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവരുടെ വീടിൻ്റെ വാതിലിൽ വന്ന് മുട്ടുന്നതാണ് കേട്ടത്. ഏതായാലും നന്ദഗോപാലൻ ചോദിച്ചു ആരാണെന്ന് ചോദിച്ചപ്പോൾ മറുപടിയില്ല. രണ്ടാമതും ചോദിച്ചു ആരാണെന്ന് മറുപടിയില്ല. മൂന്നാമത് ചോദിക്കുന്നതിനിടയ്ക്ക് തന്നെ ആ വാതിൽ ചവിട്ടി തുറന്നുകൊണ്ട് 2 പേര് റൂമിലേക്ക് ഇരിച്ചു കയറുന്നു. അങ്ങനെ നന്ദഗോപാലിനെ അവിടെയിട്ട് മർദ്ദിക്കുകയാണ്. മർദ്ദിച്ചു കഴിഞ്ഞതിന് ശേഷം നീ ഇവിടെ കിടന്ന് സുഖിക്കുകയാണോടാ എന്ന് ചോദിച്ചിട്ട് ജീപ്പിലേക്ക് വലിച്ചെറിയുകയാണ്. ഏതായാലും ഭയന്നുപോയ പത്മിനിയും പുറകെ തന്നെ നിലവിളിച്ചു കൊണ്ടുപോയി. അപ്പോഴാണ് പത്മിനി കണ്ടത് അതൊരു പോലീസ് വണ്ടിയാണ് നന്ദഗോപാലിനെ കൊണ്ടുപോയിരിക്കുന്നത്. പോലീസുകാർ പറഞ്ഞു രാവിലെ സ്റ്റേഷനിലേക്ക് വന്നോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ പോലീസ് വണ്ടിയിൽ നന്ദഗോപാലൻ പോവുകയും ചെയ്തു. ഏതായാലും ഒരു 6 മണി വരെ എങ്ങനെയൊക്കെയോ ഉറങ്ങാതെ കുത്തിയിരുന്ന് 6 മണിയായി. അതായത് അതിന് മുന്നേയൊക്കെ ആൾക്കാരൊക്കെ എഴുന്നേറ്റിരുന്നു. പക്ഷേ പോലീസ് വണ്ടിയാണെന്ന് കണ്ടപ്പോഴേ ആരും ഇടപെട്ടില്ല. എല്ലാവരും നേരെ വീട്ടിലേക്ക് തന്നെ പോയി. 6 മണിയോട് കൂടിയിട്ട് പത്മിനി നേരെ നന്ദഗോപാലിൻ്റെ വീട്ടിൽ പോയി. അച്ഛനും അമ്മയും അനുജനുമാണ് അവിടെ താമസിക്കുന്നത്. അനുജനോട് പറഞ്ഞു, നീ ഒന്ന് പോലീസ് സ്റ്റേഷനിൽ വരെ വരണം, അതായത് നന്ദേട്ടനെ കൊണ്ടുപോയിട്ടാണുള്ളത് എന്ന് പറഞ്ഞു. പക്ഷേ അനുജൻ പറഞ്ഞു, ഞാൻ വരില്ല, എന്നെയും അന്വേഷിച്ച് വന്നിരുന്നു, അതായത് ഞാൻ ഓടി രക്ഷപ്പെട്ടതാണ്, രാത്രി ഇവിടെയാണ് ആദ്യം വന്നത് പോലീസ് എന്നാണ് പറഞ്ഞത്. ഏതായാലും അച്ഛനോടും അമ്മയോടും പറഞ്ഞു അവർക്കും പേടിയാണ്, അവരും വരില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഈ പത്മിനി നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയാണ്. പോലീസ് സ്റ്റേഷനിൽ എത്തിയപ്പോഴേ അവിടെയുള്ള ഒരു പോലീസുകാരൻ പറഞ്ഞു, പോയിട്ട് കാപ്പിയും അതുപോലെ തന്നെ കഴിക്കാൻ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞ് അങ്ങനെ പത്മിനി പുറത്തു പോയിട്ട് ഇഡ്ഡലിയും അതുപോലെ തന്നെ ചായയും വാങ്ങിച്ചു. ഇത് സ്റ്റേഷനിൽ കൊണ്ട് കൊടുത്തു. അപ്പോഴൊക്കെ ചോദിക്കുന്നുണ്ട് എൻ്റെ ഭർത്താവ് എവിടെയെന്ന് ചോദിക്കുന്നുണ്ട്. അകത്തുണ്ട് എന്നാണ് മറുപടി. ഏതായാലും ഉച്ചയ്ക്ക് ചോറ് വാങ്ങിച്ചു കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു, അതും വാങ്ങിച്ചു. അങ്ങനെ 3 മണിയോട് കൂടിയിട്ട് പത്മിനിയോട് പറയുകയാണ്, നിങ്ങൾ വീട്ടിലേക്ക് പോയിക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ പത്മിനി വീട്ടിലേക്ക് വന്നു. തൻ്റെ ഭർത്താവ് എവിടെയെന്ന് വീണ്ടും ചോദിച്ചു. പക്ഷേ അതിനൊന്നും ഒരു ഉത്തരമില്ല എന്നുള്ളതാണ്. ഏതായാലും 6 മണിയോട് കൂടിയിട്ട് ഒരു 2 ഓട്ടോറിക്ഷ ഇവരുടെ വീടിൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്നു. അങ്ങനെ അതിൽ നിന്നും ഒരാൾ ഇറങ്ങി വന്നിട്ട് പറഞ്ഞു ആ ഓട്ടോറിക്ഷയിൽ പോയിട്ട് കയറാൻ വേണ്ടി പറയുന്നു. അങ്ങനെ പത്മിനി ആ ഓട്ടോറിക്ഷയിൽ കയറുകയാണ്. അതിൻ്റെ അകത്ത് നോക്കുമ്പോഴേക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്ദഗോപാലനുണ്ടായിരുന്നു. അടികൊണ്ട് അവശനായിട്ട് ഈ ചോരയൊലിക്കുന്ന മുഖവുമായിട്ട് നന്ദഗോപാലനുണ്ടായിരുന്നു. ഇത് കണ്ടപ്പോൾ തന്നെ പത്മിനിയുടെ സകല നിയന്ത്രണവും വിട്ടു. അവൾ അവിടുന്ന് പൊട്ടിക്കരഞ്ഞു എന്നുള്ളതാണ്. അങ്ങനെ ഇവരെ എല്ലാവരെയും വഹിച്ചുകൊണ്ട് ഈ 2 ഓട്ടോറിക്ഷ നേരെ പോലീസ് സ്റ്റേഷനിലേക്കാണ് പോയത്. പോലീസ് സ്റ്റേഷനിൽ പോയപ്പോൾ തന്നെ അവിടെ SIയും പാർട്ടികളും എല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാവരും നല്ല മദ്യലഹരിയിലുമായിരുന്നു. അങ്ങനെ ഈ പത്മിനിയോട് പറഞ്ഞു അകത്തേക്ക് കയറാൻ വേണ്ടി പറഞ്ഞു. പത്മിനിയെ ലോക്കപ്പ് ചെയ്യുന്നു. അതിൻ്റെ അകത്ത് തന്നെ ഈ നന്ദഗോപാലിനെ ഇവിടുന്നു. അവിടെ വെച്ചിട്ട് പത്മിനിയെ മൃഗീയമായി മർദ്ദിക്കുകയാണ്. നല്ല രീതിയിൽ മർദ്ദിച്ചു. ഒരുപാട് കരഞ്ഞു. അതായത് ഈ നന്ദഗോപൻ പറഞ്ഞു, സാറേ എല്ലാം ഞാൻ ഏറ്റെടുത്തോളാം, അവളെ വിടൂ എന്ന് പറഞ്ഞിട്ടൊന്നും ഈ പോലീസുകാർ വിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെ ഈ വൈകുന്നേരം ഇവിടെ ഒരു സ്ത്രീയുണ്ട്, അതുകൊണ്ട് വനിതാ പോലീസ് വേണം. ഒരു 7 മണിയോട് കൂടിയിട്ട് 2 വനിതാ പോലീസുകാർ അവിടെ ഡ്യൂട്ടിക്ക് വന്നു. അന്നത്തെ കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേഷനിൽ ഈ സ്ത്രീ കുറ്റവാളികൾ ഉണ്ടെങ്കിൽ മാത്രമേ വനിതാ പോലീസിൻ്റെ ആവശ്യമുള്ളൂ, ഇല്ലെങ്കിൽ വനിതാ പോലീസ് നിൽക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഈ 2 വനിതാ പോലീസ് വന്നപ്പോഴേ ഇൻസ്പെക്ടർ ചോദിച്ചു, നിങ്ങൾ ഇന്ന് ഒരു സിനിമ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല സാറേ ഞങ്ങൾ കണ്ടില്ല, ടിക്കറ്റ് കിട്ടിയില്ല, ഭയങ്കര തിരക്കല്ലേ എന്ന് പറഞ്ഞു. എന്നാൽ ഇന്ന് നിങ്ങൾക്ക് അവിടെയാണ് ഡ്യൂട്ടി എന്ന് പറഞ്ഞിട്ട് ഈ 2 വനിതാ പോലീസുകാരെ സ്റ്റേഷനിൽ നിന്ന് മാറ്റുകയാണ്. അപ്പോൾ വനിതാ പോലീസിന് മനസ്സിലായി ഇവിടെ എന്തോ സംഭവം നടക്കാൻ പോവുകയാണ്, അതുകൊണ്ടാണ് നമ്മളെ മാറ്റുന്നത്. ഏതായാലും തൊഴുതുകൊണ്ട് പത്മിനി പറയുന്നുണ്ട് പോകരുത്, അതായത് ഇവരെ എന്നെ ഉപദ്രവിക്കുന്നു, പോകരുത് എന്ന് പറയുന്നുണ്ട്. പക്ഷേ അതൊന്നും കേൾക്കാൻ ഈ വനിതാ പോലീസ് കൂട്ടാക്കിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്കത് എതിർത്ത് പറയാൻ കഴിയുമായിരുന്നില്ല. അവർ കേവലം ഒരു പോലീസുകാരി മാത്രമാണ്. ഇപ്പോൾ ഇൻസ്പെക്ടറുടെ ഓർഡറാണ് ഇവിടുന്ന് പോയിക്കോളൂ എന്നുള്ളത്. ഏതായാലും അവർ പുറത്തിറങ്ങി സിനിമയ്ക്ക് പോയി. സിനിമയൊക്കെ കണ്ട് ലേറ്റായിട്ട് വന്നാൽ മതി എന്നാണ് പറയുന്നത്. അപ്പോൾ ഏതായാലും അവരൊരു 11 മണിയോടുകൂടി തിരിച്ചു വന്നപ്പോൾ അവർ അടുത്ത സിനിമക്കും കൂടി ഇവർ വിടുകയാണ്. അങ്ങനെ അടുത്ത സിനിമക്കും അവർ പോയി. അപ്പോഴേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്റ്റേഷനിൽ ഒരു മദ്യപാന പാർട്ടി നടക്കുകയാണ്. അതായത് പോലീസുകാർ എല്ലാവരും ചേർന്ന് 50-50 വിരിപ്പിക്കുന്നു. എന്നിട്ട് ഒരുപാട് ഭക്ഷണങ്ങൾ മേടിക്കുന്നു. 2 ബോട്ടിലുകൾ വന്നു. അങ്ങനെ എല്ലാവരും ഏകദേശം ഒരു 10-11 പോലീസുകാരുണ്ട്. അവരെല്ലാവരും നല്ല
രീതിയിൽ മദ്യപിക്കാൻ തുടങ്ങി. മദ്യപിച്ച് കഴിഞ്ഞതിന് ശേഷം ഈ നന്ദഗോപാലിൻ്റെ അടുത്ത് തന്നെ കിടക്കുകയായിരുന്ന ഈ പാവ സ്ത്രീയെ, പത്മിനി എന്ന് പറയുന്ന സ്ത്രീയെ ഇവർ മാറി മാറി ഉപയോഗിച്ചു എന്നുള്ളതാണ്. അതിനു മുന്നേ നല്ല രീതിയിൽ മർദ്ദിച്ചിട്ടുണ്ട്, അവരുടെ സ്വകാര്യ ഭാഗങ്ങളിലൊക്കെ ലാത്തി കയറ്റിട്ടുണ്ട്, അങ്ങനെയുള്ള ഒരുപാട് മർദ്ദന മുറകളുണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഇവിടെ അധികം പറയാൻ കഴിയില്ല നമുക്ക്, അത്രമാത്രം നിങ്ങൾ ഊഹിച്ചാൽ മതി. അങ്ങനെ ഈ 11 പോലീസുകാരും ഇവരെ ഉപയോഗിച്ചു എന്നുള്ളതാണ്. നല്ല മദ്യലഹരിയിലായിരുന്നു എല്ലാവരും. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും അടി തുടങ്ങി. അടി കൊണ്ട് ഇവർ രണ്ടുപേരും മയങ്ങി വീണുപോയി. അങ്ങനെ ഒരു ഞെരക്കം കേട്ടിട്ടാണ് ഈ പത്മിനി കണ്ണു തുറക്കുന്നത്. അപ്പോഴേ ഈ നന്ദഗോപാലൻ വെള്ളം വെള്ളം എന്ന് പറയുകയാണ്. ഏതായാലും കുറച്ച് വെള്ളം തരുമോ എന്ന് അവിടുന്ന് വിളിച്ച് കൂവിയപ്പോഴേ ഒരു പോലീസുകാരൻ പറഞ്ഞു, എനിക്കൊരു ഉമ്മ തന്നു കഴിഞ്ഞാൽ ഞാൻ വെള്ളം തരാമെന്ന് പറയുകയാണ്. അതായത് 50 വയസ്സിന് മേലെ പ്രായമുള്ള ആ ഒരു പോലീസുകാരൻ, അയാളൊക്കെ ഒരു മൃഗമാണ്. അയാൾ പറയുകയാണ്, എനിക്കൊരു കിസ്സും കൂടി തരൂ, എന്നാൽ ഞാൻ വെള്ളം തരാമെന്ന്. ഗതിയില്ലാതെ ആ സ്ത്രീ ആ ഒരു മനുഷ്യനെ കിസ്സും കൂടി അടിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം അയാൾ ഒരു ഗ്ലാസ്സിൽ വെള്ളം കൊടുത്തു. ആ വെള്ളം 2 തുള്ളി വായിലൊഴിച്ചു. അപ്പോഴേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഛർദ്ദിച്ചിരുന്നു എന്നാണ് പറയുന്നത്. ഏതായാലും രാവിലെ ഈ ഡ്രസ്സ് എടുത്തു കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ ഇവർ ഉണർന്നു നോക്കുമ്പോഴേക്ക് അവിടെ നന്ദഗോപാലിനെ കാണുന്നില്ല. നന്ദഗോപാലിന് എവിടെയെന്ന് ചോദിച്ചപ്പോൾ പോലീസുകാർ പറഞ്ഞു, കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുപോയിട്ടുണ്ട്, നീ ഒരു കാര്യം ചെയ്യും, കോടതിയിലേക്ക് വന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അവിടുന്ന് ഈ അവരുടെ ഡ്രസ്സൊക്കെ കൊടുത്തു. ഡ്രസ്സൊക്കെ എടുത്തു കൊടുത്തതിന് ശേഷം ഒരു വണ്ടിയിൽ കയറ്റി വിട്ടു. ഈ വണ്ടിയിൽ കയറ്റി വിട്ട് അവർ ചിദംബരം ടൗണിൽ പോയി ഇറങ്ങി. ടൗണിൽ പോയി ഇറങ്ങുമ്പോഴേക്ക് അവിടെയുള്ള 2-3 ആൾക്കാർ ചോദിച്ചു, നിങ്ങൾ നന്ദഗോപാലിൻ്റെ വൈഫല്ലേ? അതെ. നന്ദഗോപാലിന് എവിടെയാണെന്ന് അറിയുമെന്ന് ചോദിച്ചു. ഇല്ല, ഞങ്ങൾ സ്റ്റേഷനിലായിരുന്നു, പക്ഷേ കോടതിയിൽ കൊണ്ടുപോയി എന്നാണ് പറഞ്ഞത് എന്ന് പറഞ്ഞു. പക്ഷേ അവിടെയുള്ള നാട്ടുകാർ പറഞ്ഞു, കോടതിയിലല്ല, നന്ദകുമാർ മരിച്ചിരിക്കുകയാണ്. അവിടെ നന്ദകുമാറിൻ്റെ ബോഡിയുമായിട്ട് സമരം നടത്തുകയാണ് ആൾക്കാർ. നോക്കുമ്പോഴേക്കെന്ന് പറഞ്ഞാൽ അവിടെ ഒരു ജനസമുദ്രമായിരുന്നു. അതായത് ചിദംബരം പോലീസ് സ്റ്റേഷൻ്റെ മുന്നിൽ മുഴുവൻ പോലീസുകാരുണ്ട്, അതുപോലെ തന്നെ നന്ദഗോപൻ്റെ ബോഡിയുണ്ട്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴേക്കും RDO വരുന്നു, കമ്മീഷണർ വരുന്നു. ഇവരുടെ അടുത്തൊക്കെ പോയിട്ട് ഈ സ്ത്രീ നിലവിളിച്ചു എന്നുള്ളതാണ്. അങ്ങനെ RDOയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷേ ഈ RDO ആയാലും പോലീസുകാരായി കഴിഞ്ഞാലും സ്ത്രീക്ക് അനുകൂലമായിട്ടുള്ള ഒരു റിപ്പോർട്ടല്ല അവിടെ തയ്യാറാക്കിയത്. അതായത് അവിടെയുള്ള ഒരു പോലീസുകാരി, അതായത് ഇതിൻ്റെ ഈ തെളിവും കാര്യങ്ങളൊക്കെ കൊടുത്ത പോലീസുകാരി ലതിക ശരത്ത് എന്ന് പറയുന്ന ഈ പോലീസ് ഓഫീസറെ ഒരു പോലീസുകാർക്ക് അനുകൂലമായിട്ടുള്ള ഒരു മൊഴിയാണ് കൊടുത്തത്. ഏതായാലും ഇതിനെതിരെ ഈ CPIMൻ്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന K. ബാലകൃഷ്ണനും അദ്ദേഹത്തിൻ്റെ ഭാര്യ ഝാൻസി റാണിയും കൂടി പൊരുതാനിറങ്ങുകയാണ്. കാരണം അവരാണ് പിന്നീട് ഈ സ്ത്രീക്ക് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും, അതായത് എല്ലാ സഹായങ്ങളും എവിടം വരെ പൊരുതാനിറങ്ങും. അതായത് തൻ്റെ ഭർത്താവിനെ കൊന്നവരെ ശിക്ഷിക്കണമെന്ന് പറഞ്ഞിട്ട് ഈ സ്ത്രീ പൊരുതാനിറങ്ങുകയാണ്. അതിന് പുറകിൽ ഈ 2 പേരാണ്. അതായത് CPMൻ്റെ തമിഴ്നാട് സംസ്ഥാന സെക്രട്ടറിയും അയാളുടെ ഭാര്യയും. അങ്ങനെ അവരുടെ പൂർണ്ണ പിന്തുണയോട് കൂടിയിട്ട് മദ്രാസ് ഹൈക്കോടതി, കടലൂർ കോടതി, ഇങ്ങനെയുള്ള കോടതികൾ മുഴുവൻ നീതിക്ക് വേണ്ടിയിട്ട് അലഞ്ഞു എന്നുള്ളതാണ്. അങ്ങനെ 20 വർഷത്തിന് ശേഷം 2011 11 പ്രതികളിൽ 7 പേരെ വെറുതെ വിട്ട് 4 പേരെ ശിക്ഷിക്കുന്നത്. അതായത് 7 പേര് കുറ്റക്കാരല്ലെന്ന് കണ്ട് വെറുതെ വിട്ടു. അതിലേക്ക് ഇളവൻ പോലീസുകാരനുമുണ്ട്. അതാണ് ഏറ്റവും വലിയ രസം. അങ്ങനെ ഈ 4 പേരെ ശിക്ഷിച്ചു, 7 പേരെ വെറുതെ വിട്ടു. പക്ഷെ അപ്പോഴേക്കെന്ന് പറഞ്ഞാൽ പല ആൾക്കാരും പെൻഷനായിരുന്നു, അതായത് റിട്ടയർഡായിരുന്നു പല ആൾക്കാരും. അങ്ങനെ അവരെയൊക്കെ ചില ആൾക്കാരൊക്കെ വീട്ടിൽ പോയി തപ്പിപ്പിടിച്ച് കൊണ്ടുവന്ന് അങ്ങനെ ശിക്ഷ വാങ്ങിച്ചു കൊടുത്ത് 10 വർഷം കഴിഞ്ഞ് ഇപ്പോൾ 2024 ആകുമ്പോഴേക്ക് അവരിറങ്ങിയിട്ടുണ്ടാകാം. അപ്പോൾ നിങ്ങളൊരു കാര്യം ആലോചിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്ന് രാത്രി ഈ സ്ത്രീയും അവരുടെ ഭർത്താവും അനുഭവിച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തീരാ വേദന തന്നെയാണ്. അതായത് ഒരു ഭയങ്കരമായിട്ട് നമ്മുടെ നമുക്ക് നീതി കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഈ പോലീസ് സ്റ്റേഷനും അതുപോലെ തന്നെ അവിടെയൊക്കെ വെച്ചിട്ട് ഈ സ്ത്രീ നല്ല രീതിയിൽ അപമാനിതയായി എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പിയാണ്. പിന്നെന്ന് പറഞ്ഞാൽ അതിന് ശേഷം എന്ന് പറഞ്ഞാൽ ഈ പത്മിനി മറ്റൊരു വിവാഹം കഴിച്ചു. ഇപ്പോഴൊരു മകനുണ്ട്. അങ്ങനെ സുഖമായിട്ട് ഇപ്പോഴും ജീവിക്കുകയാണ് അവർ 3 പേര്. നന്ദി, നമസ്കാരം.